ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഇതിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഫ്രഷായി നമ്മുടെ ഇൻസ്പെക്ഷനൊക്കെ കഴിയാനായി. അപ്പം നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 6:45-7 മണിക്കൂറാണ് കാണിക്കുന്നത്. നമ്മുടെ ട്രക്കിലാകുമ്പോൾ എന്തായാലും ഒരു 8 മണിക്കൂറിൻ്റെ അടുത്ത് പിടിക്കും. അപ്പോൾ എന്തായാലും വൈകുന്നേരം ഒരു 4 മണിയോട് ചേർന്ന് നമ്മൾ നമ്മുടെ ഷട്ട് ഡൗൺ ചെയ്യേണ്ട ഫ്ലൈഞ്ച് എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് എണ്ണ അടിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഇതാണ് നമ്മൾ ഇന്നലെ കിടന്ന ട്രക്ക് ഹെവൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് പുറകോട്ടൊക്കെ കാണാൻ പറ്റും. വണ്ടികളൊക്കെ കുറേ പോയി, മീൻസ് അധികം ഇല്ലായിരുന്നു, ഉള്ളതിൻ്റെ അകത്തുനിന്നും കുറച്ചൊക്കെ പോയി. ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് വണ്ടികൾ രാവിലെ വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പം ആ മുമ്പിൽ കാണുന്നതാണ് വെയിറ്റ് സ്റ്റേഷൻ വരുന്നത്. ഇതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഈ ഷെഡിലാണ് നമ്മുടെ വണ്ടിയൊക്കെ ഇൻസ്പെക്ഷനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കയറ്റിയിട്ടാണ് ഇൻസ്പെക്ഷൻ ചെയ്ത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. രാത്രി ആ ഒരു ഉറക്കം ശരിയാവുന്നില്ലായിരുന്നു. മിനിങ്ങാന്ന് നമ്മുടെ ഒരു താളം തെറ്റി ഉറക്കമായതുകൊണ്ട്. അപ്പോൾ അത് ഇന്നും കൊണ്ട് ഓക്കെ ആയിക്കോളും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഓടി 71 ക്രോസ് ചെയ്തു, 65 കയറി. നമ്മളൊരു വലിയൊരു റെസ്റ്റ് ഏരിയ ഉണ്ട്, അവിടെ നമ്മൾ നിർത്തിയിരിക്കുകയാണെന്ന് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴ ചാറി തുടങ്ങി. അപ്പോൾ നമുക്കൊന്ന് വിൻഡോ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു, മിററൊക്കെ. നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ആ സൈഡെല്ലാം ഓക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് മൊത്തത്തിൽ ഇൻസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് പോകാം. സീലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ വണ്ടി ഒന്ന് മൊത്തത്തിൽ ഇൻസ്പെക്ട് ചെയ്യുകയാണ്. വണ്ടിക്ക് ഹെവി ലോഡായതുകൊണ്ട് നമ്മൾ സാധാരണ നമ്മുടെ ട്രക്കിൻ്റെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നിർത്താൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ട്രെയിലർ ബ്രേക്കും കൂടെ പിടിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നല്ല മണം വരുന്നുണ്ട് ബ്രേക്ക് കത്തുന്നതിൻ്റെ. അല്ല, ബ്രേക്ക് നന്നായിട്ട് പിടിച്ച് ഇതാകുമ്പോൾ ആ ഒരു സ്മെല്ല് വരില്ല, അതിൻ്റെ ഒരു മണം വരുന്നുണ്ട് നമ്മളിങ്ങനെ നിർത്താൻ വേണ്ടിയൊക്കെ പിടിക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ സീൽ എപ്പോഴും ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ പോകുന്ന ലൊക്കേഷൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവർ ഇത് സീൽഡ് ട്രെയിലർ അല്ലെങ്കിൽ സീല് ചെക്ക് ചെയ്തിട്ട് അവർ അൺലോഡ് ചെയ്യുള്ളൂ. ചിലപ്പോൾ സീലില്ലെങ്കിൽ അവർ ലോഡ് മൊത്തത്തിൽ റിജക്റ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് അവർ തന്നെയാണ് വന്നിട്ട് സീലും കട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ലോഡിൻ്റെ സീല് മാൻഡേറ്ററി ആണ് എപ്പോഴും. അപ്പോൾ സീലെല്ലാം ചെക്ക് ചെയ്ത് ഓക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ നാഷ്വില്ല് ക്രോസ് ചെയ്യണം. എന്നിട്ട് പറ്റുവാണെങ്കിൽ എണ്ണയടിക്കണം. എന്തായാലും നമുക്ക് ഓൺ ദ വേ കാണാം. നമ്മളിങ്ങനെ 65 പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ആ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറിനടുത്ത് ഓടി നാഷ്വില്ലിനോട് അടുക്കാനായി. അപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു. നേരത്തെ ഒരു 10 മിനിറ്റത്തേനും വണ്ടിയൊന്നും നമുക്ക് മുമ്പോട്ട് പോകാത്ത രീതിയിൽ അത്രയും ഹെവി ആയിട്ട് മഴയായിരുന്നു. ഉള്ള കാറുകളെല്ലാം 4-വേ ഫ്ലാഷ് ഇട്ട് ഇങ്ങനെ സൈഡിൽ അടുപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് ട്രക്കിന് ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് സ്പീഡ് കുറച്ചിട്ടാണെങ്കിലും പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഓടി കഴിഞ്ഞപ്പോഴത്തേനും ഓൾമോസ്റ്റ് മഴയെല്ലാം കുറഞ്ഞു. ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് കണ്ടാൽ അറിയാം. ഇപ്പം പിന്നെ ഞാനൊന്ന് പേടിച്ചായിരുന്നു നമുക്ക് സമയത്ത് അവിടെ എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴയെല്ലാം അങ്ങ് തീർന്ന് എല്ലാം ഓക്കെ ആയി. എന്നിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അധികം താമസിക്കാണ്ട് തന്നെ നാഷ്വില്ലിൽ എത്തിച്ചേരും.
ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഓടി ഓൾമോസ്റ്റ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ട ലൊക്കേഷൻ്റെ അടുത്ത് എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എത്തി. ഇനി ഒരു മണിക്കൂറും കൂടെ ദൂരമുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊന്ന് എണ്ണ അടിക്കണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ലൗസിൽ നിർത്തി ഞാൻ എണ്ണ അടിച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് അകത്ത് പോയി റെസിപ്റ്റും കാര്യങ്ങളൊക്കെ മേടിക്കണം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വിടാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറും കൂടെ ഉള്ളൂ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ട്രക്ക് സ്റ്റോപ്പിലോട്ട്. അപ്പോൾ നമുക്ക് അകത്ത് പോയി ആദ്യം ബില്ല് മേടിച്ച് ഒരു കാപ്പി എടുക്കണം. രാവിലെ തൊട്ട് ഒരു കാപ്പി കുടിച്ചില്ല. നമുക്കത് രണ്ടും ചെയ്തിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ നമുക്ക് ഓൺ ദ വേ കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പോയി ലൗസിൽ നിന്ന് ഒരു കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ നമ്മൾ റെസിപ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഓൾറെഡി 24 മിനിറ്റ് ആയായിരുന്നു. എന്നാൽ പിന്നെ ഒരു 2 മിനിറ്റ് അല്ല ഒരു 6 മിനിറ്റും കൂടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റീസെറ്റ് ആവും. പിന്നെ നമുക്ക് സമാധാനമായിട്ട് പോകാമല്ലോ. പിന്നെ ആണെങ്കിൽ 5 മണിക്കൂർ നമുക്ക് ഡ്രൈവിംഗ് ടൈം ബാക്കി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ഒരു 6 മിനിറ്റും കൂടെ ഇവിടെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഓൾമോസ്റ്റ് 27 ആയി. ഇനിയിപ്പോൾ ഒരു 3 മിനിറ്റും കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാനാകും. അപ്പം അങ്ങനെ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകുന്നു. നമ്മൾ ആ പ്ലാൻ ചെയ്ത ഫ്ലൈറ്റ് പോകുന്നു, കിടക്കുന്നു. എന്നിട്ട് പിന്നെ നാളെ രാവിലെ വരെ നമ്മൾ ഫ്രീ ആണ്. നമുക്ക് ഇരുന്ന് കുർബാന കാണണം. പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കുർബാന കാണണം. പിന്നെ നമുക്കൊന്ന് ഫുഡൊക്കെ കഴിച്ച് വല്ല സിനിമയൊക്കെ കണ്ടിരിക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ ഉള്ളൂ. എന്നാൽ പിന്നെ ടൈം തേടട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ ലൗസ് എന്ന് പറയുമ്പോൾ ഒരുവിധം ലൈക്ക് എപ്പോഴും ഫുള്ളായിട്ട് കാണുള്ളൂ. ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഇന്ന് സൺഡേ ആയിട്ട് വരെ ഇപ്പോൾ ഇവിടെ 2 മണിയാണ്ടാവുന്നേ ഉള്ളൂ, 2:30 ആവുന്നേ ഉള്ളൂ. എന്നിട്ട് ഓൾമോസ്റ്റ് ഫുള്ളാണ് കാണിക്കുന്നത്. എന്നാലും കുറച്ച് സ്പേസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നാലും ഓൾമോസ്റ്റ് ഫുള്ളാണ് കാണിക്കുന്നത്. അപ്പം അതാണ് ഈ ലൗസിൻ്റെ പ്രത്യേകത. ഇവിടെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും എപ്പോൾ വന്നു കഴിഞ്ഞാലും. അപ്പം നമുക്കിനി ഒന്ന് ട്രക്കൊന്ന് മൊത്തത്തിൽ ഇൻസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2000 years later. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പിന്നെ ഒരു മണിക്കൂറും കൂടെ ഓടി നമ്മൾ കടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഫ്ലൈഞ്ചയിലെത്തി. വന്നു കഴിഞ്ഞപ്പം പാർക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർക്കിംഗ് ഉണ്ട്. അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാർക്കിംഗ് ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം വണ്ടികളുണ്ട് താനും. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതാക്കി ഒരു പാർക്കിംഗ് കൊണ്ടായിട്ടു. നമുക്ക് എളുപ്പത്തിൽ ഇടാൻ പാകത്തിനുള്ള ഒരു പാർക്കിങ്ങിൽ. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടുത്തെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ നേരെ മുമ്പിലായിരുന്നു. ഞാൻ അവിടെ ഇട്ടപ്പോൾ തൊട്ട് ഒരുമാതിരി കെട്ട സ്മെല്ല് വരുമായിരുന്നു ഈ റീസൈക്ലിങ്ങിൻ്റെ. അപ്പം നമുക്കിനി രാവിലെ 8 മണി 9 മണി വരെ ഇവിടെ ഇരിക്കേണ്ടതാണ്. അപ്പോൾ ആ മണം ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി തലവേദന എടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് പിന്നെ ഞാൻ സ്ലീപ്പറിൽ ഇട്ടായിരുന്നു. എങ്കിലും പിന്നെ ഞാൻ വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ കുറച്ചിപ്പുറത്തേക്ക് മാറി വേറൊരു 2 ട്രക്കുകളുടെ ഇടയ്ക്ക് ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു, അവിടെ ഞാനിട്ടു. അപ്പം അവിടെ വലിയ കുഴപ്പമില്ല. അപ്പോൾ അതെല്ലാം ഓക്കെ ആയി, വണ്ടിയെല്ലാം സെക്യൂറായി, സീലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കിടക്കാം. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പം ഒരു 4:45 അങ്ങാണ്ടായതേ ഉള്ളൂ. ഇനി നാളെ രാവിലെ നമുക്ക് ഒരു 8 മണി വരെ നമ്മൾ ഫ്രീ ആണ്. ഒരു 8 മണി 8:30 ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പം നമ്മൾ അതുവരെ ഇവിടെ മൊത്തത്തിൽ നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ നമുക്കിനിയിപ്പം ഫുഡ് എന്തെങ്കിലും കഴിക്കാം. അല്ല, ആദ്യം നമുക്ക് കുർബാന കൂടണം. എന്നിട്ട് നമുക്ക് ഫുഡും എല്ലാം കഴിച്ചിട്ട് നമുക്ക് ബാക്കി വല്ല സിനിമ കാണുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കിങ്ങനെ കുട്ടിയിരിക്കാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലൈഞ്ച്. അത്യാവശ്യം ട്രക്കുകളൊക്കെ ഉണ്ട്. കാരണം മുമ്പിൽ നിന്ന് നമുക്ക് ട്രക്ക് തിരിച്ചിടാനാണെങ്കിലും കുറച്ച് പാടാണ് ടേൺ ചെയ്ത് വരാൻ വേണ്ടി. നോക്കിയിടണം കറക്റ്റ്. ഞാനിട്ട് കഴിഞ്ഞപ്പം ആ ട്രക്കയിൽ മുട്ടാണ്ട് കറക്റ്റ് തൊട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് വണ്ടി തിരിഞ്ഞ് വന്നത്. അപ്പം ഇതൊക്കെയാണ്. ഇപ്പം ഓൾമോസ്റ്റ് കുറേ ട്രക്കുകളൊക്കെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഓൾറെഡി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും കുറച്ച് സ്പോട്ടൊക്കെ കാലിയുണ്ട് താനും. അപ്പം അങ്ങനെ എന്തായാലും നമുക്കെന്നാൽ ബാക്കി കർട്ടനൊക്കെ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാനപ്പോൾ വീഡിയോ പിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് നാളെ രാവിലെ കാണാം.
ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ നമ്മുടെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ രാവിലെ എണീറ്റ് ഒരു 15-16 മണിക്കൂർ നമ്മളിവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ എണീറ്റ് പോയി കുളിച്ച് ഫ്രഷായി വന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ഒരു 8 മണിയായപ്പോൾ ഇൻസ്പെക്ഷനൊക്കെ ഇട്ടു. ഒരു 8:15 ഇൻസ്പെക്ഷനൊക്കെ തീർന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി ഇവിടുന്ന് ഒരു 1 മണിക്കൂർ ഡ്രൈവാണ് വരുന്നത്. എല്ലാം പോക്കറ്റ് റോഡാണ് വരുന്നത്. അപ്പോൾ വലിയ അധികം ടൈം പുറകോട്ട് പോകാനില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 9:30 കൂടി അവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ലോഡിനെ പറ്റി ഇതുവരെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല. അതായത് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നോക്കാം. പിന്നെ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടാണെങ്കിലും ഒരു സുഖമില്ലായിരുന്നു. രാത്രിയിൽ ഈ കാറ്റിനനുസരിച്ചാണെന്ന് തോന്നുന്നു. രാത്രിയിൽ ചില സമയത്ത് അവിടുന്ന് ആ വാട്ടർ റീസൈക്ലിങ്ങിൻ്റെ ആ ഏരിയയിൽ നിന്ന് ഭയങ്കര സ്മെല്ല് വരുമായിരുന്നു. അത് ഇടയ്ക്ക് ഭയങ്കര ശോകമായിരുന്നു രാത്രിയിൽ. എന്തായാലും ഒരുവിധം ഉറങ്ങിയൊക്കെ തീർത്തു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ആ കടന്ന് ഫ്ലൈൻ ചെയ്യുന്ന ഒരു 10 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ തന്നെ എക്സിറ്റ് അടിച്ചിട്ട് നമ്മൾ ഒരു പോക്കറ്റ് റോഡിലോട്ട് കയറണം. പിന്നെ ആ പോക്കറ്റ് റോഡിലാണ് ഏകദേശം ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്യേണ്ടത് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലോട്ട്. ഇപ്പോൾ നമ്മൾ ആ പോക്കറ്റ് റോഡിലാണുള്ളത്. നല്ല അത്യാവശ്യം ഒരു കയറ്റവും ഇറക്കമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ പോക്കറ്റ് റോഡ്. അപ്പോൾ ഇതിൻ്റെ ഈ 2 സൈഡിലും നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നാട്ടിലൊക്കെ ഓടിക്കുന്ന ആ ഒരു വൈബാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ വലിയ കുഴപ്പമില്ലാത്ത നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പിന്നെ ഇടയ്ക്ക് പള്ളികളുണ്ട്. പിന്നെ ചെറിയ 1-2 കമ്പനികളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് മൊത്തത്തിൽ ഈ ഫാം ഹൗസും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ചില സ്ഥലത്ത് ചെറുതായിട്ട് ഈ കൺവീനിയൻസ് സ്റ്റോറും കാണാം. പിന്നെ ഈ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആ ഭാഗം എന്ന് പറയുന്ന ചെറിയൊരു ടൗണാണ്. അവിടെ ഒരു അത്യാവശ്യം ഒരു 10-15 കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ചെറിയ 1-2 ഫാക്ടറി ഒക്കെ ആയിട്ട് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെയുള്ള ഒരു ഫാക്ടറിയിലാണ് നമ്മൾ കൊണ്ടാവുന്ന ഉപ്പ് ഡെലിവറി ചെയ്യാൻ പോകുന്നത്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഡെലിവറി ലൊക്കേഷനിലെത്തി. ഒരു ഇവിടുത്തെ ഒരു 9:30 ആയപ്പോഴത്തേനും നമ്മളിവിടെ എത്തിയായിരുന്നു. നമ്മൾ പേപ്പറൊക്കെ കൊടുത്ത് ഒരു 9:50 ആയപ്പോഴത്തേനും നമ്മൾ ഡോക്കിലിട്ടു. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ ഓൾറെഡി നമ്മുടെ വേറൊരു ഡ്രൈവർ ഇവിടെ ഉണ്ടായിരുന്നു, 8561, ഒരു ഇൻ്റർനാഷണൽ ട്രക്കുമായിട്ട്. അപ്പോൾ പുള്ളിക്കാരനെ അൺലോഡ് ചെയ്തു ആദ്യം. എന്നിട്ട് പുള്ളിക്കാരൻ ഇപ്പോൾ പോയി. നമ്മളിപ്പോൾ ഇവിടെ മൊത്തത്തിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 1 മണിക്കൂർ 20 മിനിറ്റായി. അപ്പം നമ്മൾ റിട്ടേൺ ലോഡിൻ്റെ കാര്യം ചോദിച്ചു. ഇതുവരെ അനക്കൊന്നും കണ്ടിട്ടില്ല. എന്താണോ അപ്പം അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അവരെന്താണോ പറയുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ച റിട്ടേൺ തന്നെ ആയിരിക്കുമോ? അതായിരുന്നെങ്കിൽ നന്നായേനെ. നാളെ വൈകുന്നേരം നമുക്ക് വീട്ടിലെത്താൻ പറ്റുമായിരുന്നു. എനിവേ, എന്തായാലും നമുക്ക് നോക്കാം. A few moments later. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ അവിടുന്ന് അൺലോഡിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ ലോഡ് ചോദിച്ചപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് കൊമാറ്റ്സോൻ്റെ ലോഡല്ല കിട്ടിയത്. നമുക്ക് വേറൊരു ലോഡാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് വേറൊരു ഡയറക്ഷനിലോട്ട് വരണം. നമ്മൾ നേരെ തിരിച്ച് ബർമിംഗ്ഹാമിൽ വന്നതിന് ശേഷം അവിടുന്ന് നമ്മൾ I-59 എടുത്തിട്ട് വരുന്ന വഴിക്ക് പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ഒരു മിനിറ്റ്. ഫോർട്ട് പാൻ അലബാമ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് 59-ൻ്റെ ഹൈവേൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു സ്ഥലത്താണ് കിട്ടിയത്. അവിടെ ഒരു വെയർ ഹൗസാണ്. അവിടെ വന്നിട്ട് ലൈവ് അൺലോഡ് എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവർ പറയുന്നു ട്രെയിലർ സ്വിച്ചാണ്. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ 2 ട്രെയിലർ ഇവിടെ ഓൾറെഡി കിടപ്പുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഈ ലൊക്കേഷനിൽ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ട്രെയിലർ ആയിരിക്കും എടുക്കേണ്ടതെന്ന് വിചാരിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ
നമ്മുടെ ഒണ്ടാരിയോയിൽ തന്നെയുള്ള വേറൊരു ട്രക്കിംഗ് കമ്പനിയുണ്ട്, വേൾഡ് വൈഡ് കാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. അതിൻ്റെ ഒരു ട്രെയിലറാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. അതിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനത് നമ്മുടെ സിസ്റ്റത്തിൽ അവരുടെ പ്ലേറ്റ് നമ്പറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിപ്പോൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് വേണം നമുക്കിനി പോകാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു 3.25 മണിക്കൂർ നമ്മളിനി ഡ്രൈവ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു ട്രക്ക് ഹെവൻ വരുന്നുണ്ട്, അവിടെ കയറി കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് നാളെ രാവിലെ ബാക്കി കണ്ടിന്യൂ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ. ഇപ്പം ഇതാണ് നമ്മൾ ലോഡ് എടുത്ത വെയർ ഹൗസ്. ഓപ്പൺ ഹുക്ക് ആയതുകൊണ്ട് എളുപ്പമായിരുന്നു. അപ്പം ഇവിടെയാണ് സെക്യൂരിറ്റി ഗേറ്റ് വരുന്നത്. നമുക്ക് പയ്യെ ഇവിടെ നിന്ന് അങ്ങ് ടേൺ ചെയ്ത് അങ്ങ് എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഒരു ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ബാക്കിയുള്ള സമയത്ത് നമ്മൾ കെൻഡക്കി സ്റ്റേറ്റിൽ കയറിയിട്ട് നമ്മളൊരു ട്രക്ക് ഹെവനെ നിർത്തി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ എന്നായിരുന്നു സാറ്റർഡേ നമ്മൾ ഒരു ട്രക്ക് ഹെവനിലായിരുന്നു കിടന്നത്. അത് വേറൊരു ഹൈവേയിൽ കെൻഡക്കി തന്നെയുള്ള ഒരു ട്രക്ക് ഹെവനാണ്. ഇത് വേറെ ഒരെണ്ണമാണ്. ഇതും വലിയ കുഴപ്പമില്ല, നല്ല ഇതാണ്. എനിക്കിവിടെ കിടക്കാൻ നല്ല താല്പര്യമുള്ള ഒരു സ്ഥലമാണ്. ഞാൻ ഇതിലൊക്കെ പോകുന്ന സമയത്ത് മിക്കവാറും ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. ഈ ട്രക്ക് ഹെവൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു ആപ്പിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന നമ്മുടെ ട്രക്കേഴ്സ് പാസ് എന്ന് പറഞ്ഞ ആപ്പിൽ ഞാൻ വരുന്ന വഴിക്ക് പൈലറ്റ് ലൗസുള്ള ട്രക്ക് സ്റ്റോപ്പുകളിലൊക്കെ ഞാൻ നോക്കിയപ്പം എല്ലായിടത്തും പാർക്കിംഗ് ഫുള്ളായിരുന്നു. അപ്പം ഇവിടുത്തെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് കിട്ടിയില്ല, മീൻസ് ഇവിടുത്തെ ഇൻഫർമേഷൻ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇവിടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം പാർക്കിംഗ് ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കാരണം ട്രക്ക് ഹെവൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്കെയിലും എന്ന് വെച്ചാൽ വെയിറ്റ് സ്റ്റേഷനും റെസ്റ്റ് ഏരിയയും കൂടെ ഒരുമിച്ചുള്ള സാധനമാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഈ ലൈക്ക് വെയിറ്റ് സ്റ്റേഷൻ ഓൾമോസ്റ്റ് എല്ലാം ഓപ്പൺ ആയിരിക്കും. അപ്പം ഈ മറ്റേ ബുക്കിൽ നമ്മുടെ ലോഗ് ബുക്കിൽ ഉടായ്പ കാണിച്ചിട്ട് ഓടുന്നവരോ വെയിറ്റ് ഇഷ്യൂ ഉള്ളവരോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉള്ളവർ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്ത് പോകാനാണ് നോക്കുന്നത്. ഇവിടെ ആരും കിടക്കാൻ വേണ്ടി നോക്കില്ല. കാരണം നമ്മൾ ഇവിടെ കടന്നിട്ട് പിന്നെ രാവിലെ പുറത്തിറങ്ങി പോകണമെങ്കിൽ നമ്മൾ ആ സ്കെയിലിൽ കൂടെ തന്നെ വേണം പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി. അപ്പോൾ ആരും അങ്ങനെ കടക്കാൻ വേണ്ടി നോക്കിയില്ല. അപ്പോൾ പിന്നെ ഇവിടെ അത്യാവശ്യം പാർക്കിംഗ് കിട്ടും. അതെനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് പാർക്കിംഗ് ഉണ്ടായിരുന്നു, നല്ലൊരു പാർക്കിംഗ് കയറ്റിയിട്ടു. അപ്പോൾ ഞാൻ ഒന്ന് പുറകെ പോയിട്ട് വേണമെങ്കിൽ ഇത് കാണിക്കാം, പുറകിലത്തെ സ്ഥലം. അപ്പം നമ്മളിപ്പം ട്രക്ക് പാർക്കിങ്ങിലാണുള്ളത്. അപ്പോൾ ഇതാണ് ട്രക്ക് പാർക്കിംഗ് വരുന്നത്. ആ സൈഡിലോട്ട് ഓരോ പാർക്കിംഗ് ഉണ്ട്, ഈ സൈഡിലോട്ടും ഇങ്ങനെ പാർക്കിംഗ് വരുന്നുണ്ട്. ഇനിയും കുറേ പള്ളികൾ ബാക്കിയുണ്ട്, നമുക്ക് ഇപ്പുറത്തെ സൈഡിലൊക്കെയുള്ള പള്ളികൾ ബാക്കിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിലർ. അപ്പം ഈ പ്രാവശ്യം കിട്ടിയത് നമുക്ക് വേറൊരു ട്രെയിലറാണ്, വേറൊരു കമ്പനിയുടെ ട്രെയിലറാണ്. നമുക്ക് അവിടെ എഴുതിയത് വായിക്കാൻ പറ്റുന്ന ഒന്ന് വേൾഡ് വൈഡ് കാരിയേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒണ്ടാരിയോയിൽ തന്നെ ടൊറൻറ്റോയിലുള്ള ഒരു ട്രക്കിംഗ് കമ്പനിയുണ്ട്. അവരുടെ ട്രെയിലറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് എന്താ പരിപാടി എന്ന് എനിക്കും അറിയത്തില്ല. ഇതാണ് അവിടെ നിന്ന് തന്നത്. ഞാൻ കമ്പനി ഇൻഫോം ചെയ്തു, അവർ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത്യാവശ്യം അങ്ങോട്ടും കുറേ പാർക്കിംഗ് ഉണ്ട്, ആ സൈഡിലും കുറേ പാർക്കിംഗ് ഉണ്ട്. ഇനിയും കുറേ ഗ്യാപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷേ ഞാൻ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല ലൈറ്റൊക്കെ കത്തി കിടക്കുന്നുണ്ട്. പിള്ളേർ നന്നായിട്ട് ലൈറ്റൊക്കെ കത്തി കിടക്കുന്ന ഒരു ട്രെയിലർ കണ്ടില്ലേ.
ഇത് റീഫർ ട്രെയിലറാണ്. ഈ പ്രൊഡ്യൂസും ഈ പച്ചക്കറിയും പഴങ്ങളൊക്കെ കൊണ്ടാകുന്ന ടൈപ്പ്, ഇറച്ചിയൊക്കെ കൊണ്ടാകുന്ന ടൈപ്പ്. ഇതിനകത്ത് ഫ്രീസറുണ്ട്. അപ്പോൾ അത് രാത്രി ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. അപ്പം ഞാൻ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ നേരത്ത് ഞാനത് ശ്രദ്ധിച്ചില്ല. പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനത് ഓർത്തത്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, പാർക്കിംഗ് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാം. ഇന്ന് ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കഴിച്ചിട്ടിരിക്കുന്ന. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ വിചാരിക്കും അടുത്ത സ്ഥലത്തുനിന്നും കഴിക്കാമെന്ന്. പിന്നെ ഓരോ കാര്യത്തിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ആകെ കുറച്ച് കാപ്പി കുടിച്ചു, ഒരു ബിസ്ക്കറ്റ് കഴിച്ചതേ ഉള്ളൂ രാവിലെ തൊട്ട്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും നന്നായിട്ട് കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കിടക്കാം. ഇവിടുത്തെ ഏകദേശം 10 മണിയായപ്പോൾ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തതാണ്. ഇനിയിപ്പം നാളെ രാവിലെ 8 മണിക്ക് ശേഷം നമുക്ക് ടൈം റീസെറ്റ് ആവുള്ളൂ. ഇവിടുന്ന് നമുക്ക് ഏകദേശം 6.25 മണിക്കൂർ, 7 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് സമയമുണ്ട്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മുടെ 5ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കെൻറ്റക്കി സ്റ്റേറ്റിൽ കയറി നമ്മളൊരു ട്രക്ക് ഹെവനിൽ കയറി കിടന്നു. ഇന്നലെ നമ്മൾ വീഡിയോ ഒക്കെ കാണിച്ചായിരുന്നല്ലോ. അപ്പം രാവിലെ 8 മണിയായപ്പോൾ നമ്മുടെ ടൈം റീസെറ്റ് ആയതാണ്. പിന്നെ നമ്മളൊരു ഉള്ളതൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. അതിപ്പോൾ നമ്മളൊരു 8:30 ആയപ്പോഴത്തെ ഇൻസ്പെക്ഷൻ ഇട്ടു തീരാനായി. അപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് ഒരു 6.5 മണിക്കൂറാണ് പറയുന്നത്. പിന്നെ നമുക്ക് അരമണിക്കൂർ ബ്രേക്ക് എടുക്കണം, എവിടുന്നെങ്കിലും എണ്ണ അടിക്കണം, പിന്നെ കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുക്കാനുണ്ട് ബോർഡർ ക്രോസ് ചെയ്യുന്നതിൻ്റെ. എന്നിട്ട് വേണം നമുക്ക് കമ്പനിയിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ രാവിലെ തൊട്ട് അവർ വിളിച്ചിട്ട് ഫുള്ള് അലമ്പാണ്. മീൻസ് എപ്പോഴാണ് വിളിക്കുമല്ല, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇതിങ്ങനെ കുണുകുണാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാറ്റലൈറ്റ് മറ്റേ ടാബ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഉറക്കം ഞെട്ടി എണീക്കും. പിന്നെ അവർ ഇനി വീക്ക് കണ്ടിന്യൂ ചെയ്യുകയാണോ, പിന്നെ മറ്റേ പേപ്പർ വർക്ക് നമ്മളുണ്ടാക്കിയ പേപ്പർ പോരാ, അവർ കസ്റ്റമർ ക്ലിയർ ചെയ്ത പേപ്പറാണ്. അതുകൊണ്ട് അത് വേറൊരു പേപ്പർ അയച്ചു തരാം, അത് വെച്ച് ക്രോസ് ചെയ്താൽ മതി, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് രാവിലെ ഉറക്കേ കളഞ്ഞു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ അതെല്ലാം അവർ അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് ഏകദേശം ഒരു 6.5 മണിക്കൂറാണ് പറയുന്നത്. എന്തായാലും ഒരു 7-8 മണിക്കൂറിൻ്റെ അടുത്ത് പിടിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമുക്ക് മര്യാദയ്ക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു, രാത്രിയല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു വേറൊരു കമ്പനിയുടെ ട്രെയിലറാണ് എടുത്തിരിക്കുന്നത്. ഇത് മിസിസാഗിയുള്ളൊരു കമ്പനിയാണ്. ട്രെയിലർ ഏകദേശം നമ്മുടെ കമ്പനി ട്രെയിലർ പോലെ ആ മോഡലൊക്കെ തന്നെയാണ്. പിന്നെ ട്രെയിലർ അത്യാവശ്യം നമ്മളെ ട്രെയിലറിനേക്കാളും കുറച്ച് മോശമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. നമുക്കെന്നാൽ പിന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പം രാത്രി വേറൊരു വണ്ടിക്കാരൻ കൊണ്ടായിട്ടായിരുന്നു. ഈ ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫ്ലാറ്റ് ബെഡ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ ബോക്സ് പോലെ ഒന്നും ഉണ്ടാവുകയില്ല. ഇതെന്ന് പറയുമ്പോൾ ഈ മെറ്റൽ പീസ് ഇങ്ങനെ നമ്മുടെ പോലത്തെ കണ്ടെയ്നർ പോലെ ഇരിക്കുന്ന ട്രെയിലറിൻ്റെ അകത്ത് കയറ്റാൻ പറ്റാത്ത സാധനങ്ങൾ ഇതിൻ്റെ അകത്താണ് കയറ്റുന്നത്. അപ്പം ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പം ഡ്രൈവറിന് കുറച്ച് പണി കൂടുതലാണ്. നമ്മുടെ സ്റ്റാപ്പ്, ചങ്ങല, അതും ഇതൊക്കെ ഇട്ടിട്ട് ഇതേപോലെ സെക്യൂർ ചെയ്യും. ലോഡ് സെക്യൂർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഡ്രൈവറിനാണ് വരുന്നത്. അപ്പോൾ ലോഡ് സെക്യൂർ ചെയ്യണം. ഇത്ര കിലോമീറ്റർ കൂടുമ്പോൾ വണ്ടി ചെക്ക് ചെയ്യണം, ലോഡ് കൺഫേം ചെയ്യണം സെക്യൂർ ആണോ അല്ലയോ എന്നുള്ള കാര്യം. അതുകൊണ്ട് പിന്നെ ടാർപ്പ ലോഡാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ടാർപ്പ ഇടണം. അതൊക്കെ കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ്. അപ്പം അതിന് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് അധികമുണ്ട്. ഇതേപോലെയുള്ള ഫ്ലാറ്റ് ബെഡ് വണ്ടിയല്ല ട്രെയിലറും എടുക്കുന്നവർക്ക് പേയ്മെൻറ്റ് അധികമുണ്ട്. പിന്നെ ഇതേപോലെ വേറെയും പല ട്രെയിലറുണ്ട്. അത് നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കാണുന്ന പോലെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2000 years later. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഒരാഴ്ചത്തെ ഓട്ടം എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ചൊവ്വാഴ്ച വരെ നമ്മൾ ഓടി. അലബാമയിൽ നിന്ന് നമ്മൾ ലോഡ് എടുത്തിട്ട് വിൻസറിലെത്തി. നമ്മൾ രാവിലെ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ അധികം ഞാൻ വീഡിയോ പിടിച്ചില്ല. കാരണം നമ്മുടെ ക്യാമറേൻ്റെ ചാർജ് തീർന്നു പോയായിരുന്നു. അത് പിന്നെ കുത്തിവെച്ചു. പിന്നെ നമ്മൾ അടിച്ചു വിട്ട് പോരുമായിരുന്നു മാക്സിമം. നമ്മൾ ഇവിടെ ആ ലോഡ് നാളെ രാവിലെ ടൊറൻറ്റോയിൽ എത്തേണ്ടതായതുകൊണ്ട് ഇവിടെ ഡ്രൈവർമാരുണ്ടാവും.
മീൻസ് ലോക്കൽ ഓടുന്നവർ. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം വേണം അത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അടിച്ചുമിട്ട് വരുവായത്. അതുകൊണ്ട് പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളിപ്പം ബുധനാഴ്ച, ഇന്നിപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരമായി. അപ്പം നമ്മൾ 5 ദിവസം ആയതുകൊണ്ട് നമ്മളിനി റീസെറ്റിന് പോവാണ്. നമ്മുടെ 36 മണിക്കൂർ റീസെറ്റ് പ്ലസ് നമ്മൾ ഓൾറെഡി 2 ദിവസത്തെ ലീവ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ബുധനും വ്യാഴവും വെള്ളിയും. അപ്പം നമ്മളിനി റീസ്റ്റാർട്ട് പറഞ്ഞിരിക്കുന്നത് സൺഡേ രാവിലെ 6 AM പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ച് നമ്മുടെ PR റിലേറ്റഡ് ആയിട്ട് കുറച്ച് ബയോമെട്രിക്സ് കാര്യങ്ങൾക്കൊക്കെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസത്തെ ലീവ് എല്ലാം കൂടെ ആയി. അപ്പം നമ്മൾ കുറച്ച് ദിവസം ലീവായിരിക്കും ഇനി എന്ന് വെച്ചാൽ ബുധനാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ 4 ദിവസത്തെ ലീവാണ് നമ്മളിനി. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അടുത്തൊരു ട്രിപ്പ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നല്ല നല്ല കമൻറ്റുകളുണ്ടെങ്കിൽ അതിടുക. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ കണ്ണൂർ ട്രക്കർ കാനഡ.